ഹായ്, നമസ്കാരം. SIR അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, അതാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയം. 2002 നമുക്ക് വോട്ട് ഉണ്ടായിരുന്നോ? അതില്ല എങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്? 2002 വോട്ടില്ലാത്തവർ അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഡീറ്റെയിൽസ് വെച്ച് എങ്ങനെയാണ് വോട്ട് ആഡ് ചെയ്യുന്നത്? അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ന്യൂസിലും എല്ലാം ചർച്ച ചെയ്യുന്നത്. പ്രവാസികൾക്ക് വോട്ട് നഷ്ടപ്പെടുമോ? അതുപോലെയുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2002 നമുക്ക് വോട്ട് ഉണ്ടായിരുന്നോ അതോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് 2002 വോട്ടേഴ്സ് ലിസ്റ്റ് വേണം. അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോകൾ നമ്മൾ നോക്കുന്നത്. ഞാൻ അതിനുവേണ്ടി ഇവിടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വന്ന് ceo.kerala.gov.in എന്നത് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഇവിടെ കാണുന്ന ഇലക്ടറൽ റോൾ SIR 2002 എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്ക് വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രിക്ട്, അതായത് ജില്ല സെലക്ട് ചെയ്യണം. ഞാനിവിടെ ജില്ല സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ കാണുന്ന LAC, അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് നമ്മുടെ നിയമസഭാ മണ്ഡലം, അത് സെലക്ട് ചെയ്യണം. ഞാൻ അതും സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആ മണ്ഡലത്തിലുള്ള എല്ലാ പോളിംഗ് സ്റ്റേഷനുകളും ഇവിടെ ലിസ്റ്റായി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ മണ്ഡലത്തിലുള്ള അത്രയും പോളിംഗ് ബൂത്തുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങളുടെ പോളിംഗ് ബൂത്ത് ഏതാണോ അത് നോക്കി അതിന് തൊട്ട് താഴെയുള്ള ഡൗൺലോഡ് എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഉദാഹരണത്തിന് ഇത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ കാണിക്കും. ഇനീഷ്യൽ, അതേമാതിരി ID കാർഡ് നമ്പർ, നിങ്ങളുടെ പാർട്ട് കോഡ്, സീരിയൽ നമ്പർ, ഹൗസ് നമ്പർ, അതേപോലെ എല്ലാ ഡീറ്റെയിൽസും കാണുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങളുടെ പോളിംഗ് ബൂത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിൾ ക്ലിക്കിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.